പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളി പ്രദേശത്താണ് പുലിയെ പിടികൂടുന്നതിനായി കൂട് സ്ഥാപിച്ചത്. കാട്ടിലപ്പള്ളി പ്രദേശത്ത് കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ ചിത്രം പതിഞ്ഞത്. ഇതേ തുടർന്ന് പുലിയെ കെണിയൊരുക്കി പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടുന്നതും മറ്റും പുലിയെ പിടികൂടുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞത് കേട്ടോ. അതായത് ഇത് കൂട് പെർമനന്റ് ആയിട്ട് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോവാണ്. അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഈ പുലി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പല ആളുകൾ പല തരത്തിലുള്ള ആളുകൾ ചിലപ്പോ സെന്റ് അടിച്ചിട്ടുണ്ടാവും, സ്പ്രേ അടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പുലിയെ സംബന്ധിച്ചിടത്തോളം അത് വരില്ല. അപ്പൊ നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാലാണ് ബാക്കി നായേനെയും ആടിനെയൊക്കെ ഒന്നുകൊണ്ട് നമുക്ക് കിട്ടിയുള്ള ക്ലാസ്സിനുള്ള ഒന്ന്, നമ്മള് രാവിലെ വാസന സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് പോലും കാട്ടിൽ പോകരുത് എന്നുള്ളതാണ്. കാരണം നമ്മളെ സ്മെല്ല് പെട്ടെന്ന് ജീവൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇറാണശക്തിയാണ്. അപ്പൊ അത് ഈ മണം പിടിച്ചിട്ടാണ് കാഴ്ചശക്തിനെ കൂടുതൽ സ്മെല്ല് പിടിക്കാനുള്ള കഴിയുണ്ട്. കിലോമീറ്ററുകൾക്ക് അപ്പുറം മുതലേ അത് പിടിക്കും. അപ്പൊ നമ്മളിപ്പോ ഈ ഇങ്ങനെ ഒരു ആംബിയൻസിൽ എന്തായാലും പുലി വന്നിട്ട് ഞാൻ കീഴടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കയറുന്നില്ല. അതേമാതിരി ആ ഏരേനെ സ്മെല്ല് കിട്ടിയിട്ട് ഏരേന്റെ സ്മെല്ല് കിട്ടിയിട്ട് അതിനെ ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ അതിനുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. ഞങ്ങൾക്ക് ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. ഇത് 2ാം തവണയാണ് പടിഞ്ഞാറക്കര ഭാഗത്ത് പുലിയെ കാണുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പും ഇതേ പ്രദേശത്ത് പുലിയെ കണ്ടെത്തിയിരുന്നു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഭയാശങ്കയിലാണ് നാട്ടുകാർ. പടിഞ്ഞാറക്കര ഭാഗത്തേക്ക് രാത്രികാലങ്ങളിലുള്ള യാത്ര പോലീസ് നിരോധിച്ചിട്ടുണ്ട്. രാത്രിയിൽ പുറത്തിറങ്ങുന്നതിനും നിരോധനമുണ്ട്.